2026 100 crore ക്ലബ്ബ് ഏതായിരിക്കും? സർവമായ 2025 ലാസ്റ്റിൽ റിലീസായിട്ട് 2026 ഓടിയിട്ടുള്ള ഒരു സിനിമയാണ് അല്ലേ? ആ സിനിമ 100 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് 2026 ഇറങ്ങി 100 crore കളക്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമ ഏതായിരിക്കും? അത് മിക്കവാറും നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും ആയിരിക്കും എന്നുള്ളതാണ്. എന്നാലും ഒരു സിനിമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ ആദ്യത്തെ ആട് ഒരു ഭീകരജീവി അല്ല എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു പാർട്ട്, അത് തിയേറ്ററിൽ വൻ ഫ്ലോപ്പായിപ്പോയി, മൊത്തത്തിൽ തകർന്നടിഞ്ഞൊരു പടമാണത്. അതിനുശേഷം ടെലിവിഷൻ സ്ക്രീനിലും CD ഒക്കെ വാങ്ങിച്ച ആൾക്കാർ കണ്ട് ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടാക്കിയ ഒരു ഹിറ്റായ പടമാണ് ആട് 1 എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ആട് 2 ഒരു പ്രൊമോഷന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവര് അനൗൺസ് ചെയ്യുന്നു, തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, ഒന്നും നോക്കിയില്ല, കിഡിലം പടം, കിടുക്കാച്ചി കളക്ഷൻ പോയിട്ടുള്ള ഒരു പടമാണ് ആട് 2 എന്ന് പറയുന്നത്. ഇനി ഇതേ അടുത്ത 100 കോടി ക്ലബിലേക്ക് പോകുന്ന 2026 സിനിമയാവാൻ മിക്കവാറും ചാൻസ് ഉള്ളത് ആട് 3 ആണ്. അപ്പൊ ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും വരുവാണ്. ഈ മാർച്ചിലാണ് അവർ വീണ്ടും വരുന്നത് തിയേറ്ററിലേക്ക്. പക്ഷേ ഈ സിനിമയുടെ ഒരു സുൽത്താൻ എന്ന് പറയുന്ന ഒരു പാട്ട് ഇപ്പൊ അടുത്ത് റിലീസായല്ലോ. ആ പാട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടു നോക്കിയോ? അതായത് ആ ഒരു സിനിമയുടെ ഒരു സെറ്റിങ് ഏത് കാലഘട്ടത്തിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മൈസൂർ സുൽത്താനെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മൈസൂർ സുൽത്താനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള രാജാക്കന്മാരും എല്ലാം അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. പക്ഷേ ആട് 1 പോലെയോ ആട് 2 പോലെയോ ഒരു സാധാരണ സിമ്പിൾ സിനിമയല്ല. അതായത് അത്യാവശ്യം പൈസ ഇറക്കിയിട്ടുള്ള, അത്യാവശ്യം പണി എടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളത് നമുക്കിത് മനസ്സിലാവും. കാരണം ആട് ഫസ്റ്റിലും ആട് സെക്കൻഡിലും സെറ്റിന്, പ്രോപ്സിന്, പ്രോപ്പർട്ടി ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുടെ അതിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റിയൽ ലൊക്കേഷൻസിലേക്ക് പോയിട്ട് അവർ ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഈ തൊടുപുഴയുടെ ഇടുക്കിയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആട് 2ഉം ആട് 1ഉം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് 2 കാലഘട്ടത്തിന്റെ ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേ ആണ് ഇതിനകത്തുള്ളത്. മിക്കവാറും ഒരു പകുതി ഹാഫ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും ഇതിൻ്റെ ഒരു പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരും അവർ അതിനുശേഷം അവരുടെ പുനർജനനം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ പഴയ കാലം ഡിപ്പിക്റ്റ് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്നറിയോ, ഈ സുൽത്താൻ എന്ന് പറയുന്ന ആ ഒരു പാട്ടിനകത്ത് അതിൻ്റെ കുറേ പോർഷൻസ് കാണുന്നുണ്ട്. ഒരു കുതിരപ്പുറത്ത് ഒരു സായിപ്പ് വരുന്ന ഒരു പോർഷനൊക്കെ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആ ഒരു ഓല മേഞ്ഞിട്ടുള്ള വീടുകളും ആ ഒരു ഗ്രാമപ്രദേശവും എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ആ സുൽത്താൻ എന്ന് പറഞ്ഞ പാട്ട് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, നമ്മുടെ പത്മാവതി എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയത്ത് രൺവീറിന്റെ ഒരു പാട്ടുണ്ടല്ലോ അതിനകത്ത്, ബിൻതദിൽ എന്ന് പറയുന്ന ആ പാട്ടും അതിൽ വേറൊരു പാട്ടും കൂടെ അതിനകത്തുണ്ട്. അതിനോട് ഭയങ്കര റിസംബ്ലൻസസ് തോന്നി. അതുപോലത്തെ ഒരു സെറ്റപ്പ്. അതായത് പത്മാവതി ആ ഒരു കൊട്ടാരം ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അവര് ആ കൊട്ടാരത്തിന്റെ ഫ്രണ്ടില് അതിന്റെ പരിസരത്ത് ഒരു ടെന്റ് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ടെന്റിനകത്ത് പട്ടാളക്കാരും എല്ലാവരും ഉള്ള ഒരു സമയത്താണ് ആ ഒരു പാട്ട് വരുന്നത്. അതേ ഒരു മൂഡ്, അതേ ഒരു സെറ്റപ്പ്, അതേപോലെ തന്നെ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുറെ ആൾക്കാർ. അപ്പൊ അതിനോട് എനിക്ക് ഭയങ്കര റിസംബ്ലൻസസ് തോന്നി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പാട്ടങ്ങ് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ അതിന്റെ പാട്ടും ഇതിന്റെ വിഷ്വൽസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഇതിനകത്ത്. അതുപോലെ തന്നെ ഉണ്ട് ഇത് കാണുന്ന സമയത്ത്. ആ ഒരു പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഭടന്മാരുടെ ഒരു ആക്ഷനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നെഞ്ചത്ത് അടിച്ചിട്ടൊക്കെയാണ് അതിനകത്ത് ആ ഒരു ഡാൻസിൽ ആ ഒരു പാട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു റിസംബ്ലൻസസ് എനിക്ക് തോന്നി കേട്ടോ ഈ ഒരു പാട്ട് കണ്ട സമയത്ത്. അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആ ആട് 1ലും 2ലും ഉണ്ടായിരുന്ന അതേ ക്യാരക്ടേഴ്സ് എക്സാക്ട്ലി അതേപോലെ തന്നെയാണോ ഇതിനകത്ത് വരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള എക്സൈറ്റിംഗ് പാർട്ടും കൂടെ ഈ ഒരു ആട് 3 തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കിടുക്കാച്ചി പടമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, മിക്കവാറും എമ്പുരാന് ശേഷം ബുക്ക് മൈ ഷോന്റെയും ടിക്കറ്റ് ന്യൂന്റെയും അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ സെർവർ അടിച്ച് പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. കാരണം അഡ്വാൻസ്ഡ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ അതേ ചൂടപ്പം പോലെയാണ് ടിക്കറ്റ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് അഡ്വാൻസ്ഡ് ബുക്കിംഗ് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്കാർ കയറി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ആപ്പുകളിലെല്ലാം കയറിയിട്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ
അത്രയേറെ ഹൈപ്പ് ഉണ്ട് ഈ ഒരു പടത്തിന്. ആ എക്സ്പെക്ടേഷൻ ഒന്ന് മീറ്റ് ചെയ്യാനും കൂടെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു പടം ഒരിക്കലും നമ്മുടെ ഒരു ഇതിനകത്ത് നിൽക്കത്തില്ല. ഈ നമ്മുടെ ലോകയും ഒക്കെ സഞ്ചരിച്ച പോലെ തന്നെ ആ ലെവലിലോട്ട് സഞ്ചരിച്ചു പോകാനുള്ള സാധ്യതയുള്ള ഒരു പടം കൂടിയാണ് ആട് 3 എന്ന് പറയുന്നത്.